ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ എന്ന ചിത്രത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. പണ്ടോറ എന്ന സാങ്കല്പികമായ അന്യഗ്രഹമാണ് ഇതിൽ കാണുന്നത്. ഇവിടുത്തെ ജീവജാലങ്ങളെ നോക്കൂ, എല്ലാം ഇരുളിൽ പ്രകാശം പരത്തി നിൽക്കുന്നു. ഇതുപോലെ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള സസ്യങ്ങളും ജന്തുക്കളും ഭൂമിയിലുമുണ്ടെങ്കിലോ? ഇരുളിനെ മുറിച്ചു നീങ്ങുന്ന മിന്നാമിനുങ്ങിനെ നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ധാരാളം ജീവികൾ ഭൂമിയിലുണ്ട്. ഇവയെ സ്വയം പ്രകാശിക്കാൻ സഹായിക്കുന്ന ജീനുകളെ സസ്യങ്ങളിലെയും ജന്തുക്കളിലെയും ജനിതക വസ്തുക്കളോട് വിളക്കിച്ചേർത്ത് അവയെയും ഇരുളിൽ തിളങ്ങുന്നവയാക്കി മാറ്റാൻ ഇന്ന് ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന് പകരം ഒരു മരം വെച്ചാൽ മതിയെങ്കിലോ? ടേബിൾ ലാമ്പിന് പകരം ഒരു ചെറു ചെടിയായാലോ? ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയം കൈവരിച്ചിട്ടുള്ളവയാണ്. ഇത്തരം പഠനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി. വെൽക്കം ടു ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. മനുഷ്യന്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവജാലങ്ങളെയോ അവയുടെ ഭാഗങ്ങളോ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ ജീവജാലങ്ങളിൽ ജനിതക മാറ്റം വരുത്തുകയോ ചെയ്യുന്ന ജീവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ. ആധുനിക കാലത്ത് ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ടിഷ്യൂ കൾച്ചർ മുതലായ സാങ്കേതിക വിദ്യകളെ സൂചിപ്പിക്കാനാണ് ഈ പദം കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതെങ്കിലും ജീവവസ്തുക്കളിൽ മനുഷ്യന്റെ ആവശ്യത്തിനായി മാറ്റം വരുത്തുന്ന ഏത് പ്രക്രിയയെയും ഈ പദം ഉൾക്കൊള്ളുന്നു. What is biotechnology? Biotechnology is the technology that utilizes biological systems, living organisms or part of this to develop or create different products. നമുക്കറിയാം, വൈൻ നിർമ്മിക്കുന്നതിനും ബ്രെഡ് ഉണ്ടാക്കുന്നതിനുമൊക്കെ ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഈസ്റ്റ് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ളൊരു ഫംഗസ് ആണ്, ഒരു ലിവിങ് ഓർഗാനിസം. അതിനെ അതിൻ്റെ നാച്ചുറൽ ഫോമിൽ തന്നെയാണ് ബേക്കിംഗ് ആൻഡ് ബ്രെവിങ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാറുള്ളത്. അതും ഒരു തരത്തിൽ ജീവികളെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് ബയോടെക്നോളജി എന്ന് നമുക്ക് പറയാം. എന്നാൽ മോഡേൺ ബയോടെക്നോളജിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രകാശിക്കാൻ ശേഷിയില്ലാതിരുന്ന ഒരു സസ്യത്തിൽ പ്രകാശിക്കാൻ ശേഷിയുള്ള ജീവികളിൽ നിന്നും ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവയ്ക്ക് മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ്. ഇതുപോലെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവികളിൽ വരുത്തുക എന്നതാണ് മോഡേൺ ബയോടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Definition of biotechnology given by EFB. The integration of natural science and organisms, cells, parts thereof and molecular analogues for products and services. ബയോടെക്നോളജി എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ദ മെഡിക്കൽ ഫീൽഡ്. എക്സാമ്പിൾസ്: synthesizing DNA vaccine, correcting a defective gene, in vitro fertilization leading to a test tube baby. Second, crop production and agriculture, genetically modified organisms agriculturally യൂസ് ചെയ്യുന്നു. തേർഡ്, ഇൻഡസ്ട്രിയൽ യൂസസ് ഓഫ് ക്രോപ്സ് ആൻഡ് അതർ പ്രോഡക്ട്സ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ്, വെജിറ്റബിൾ ഓയിൽസ്, ബയോഫ്യൂവൽസ് എന്നിവ ഇൻഡസ്ട്രിയലായി നിർമ്മിക്കുന്നു. ഫോർത്ത് ഈസ് ദ എൻവയോൺമെന്റൽ യൂസസ്, വേസ്റ്റ് ട്രീറ്റ്മെന്റിനും ബയോടെക്നോളജി ഉപയോഗപ്പെടുത്താം. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. ഫസ്റ്റ് ഈസ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റങ്ങൾ വരുത്തുകയും മാറ്റം വരുത്തിയ ജനറ്റിക് മെറ്റീരിയൽ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഫീനോടൈപ്പിൽ ചേഞ്ചസ് വരുത്തുകയാണ്
ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ ചെയ്യുക. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദ ടെക്നിക് to alter the genetic material to introduce these into host organism and thus change the phenotype of host organism. ജനിതക മാറ്റം വരുത്തിയതോ അല്ലാത്തതോ ആയ ബാക്ടീരിയകൾ, ഫംഗസ്, പ്ലാന്റ് സെൽസ്, ആനിമൽ സെൽസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ധാരാളമായി ആന്റിബയോട്ടിക്കുകൾ, ഇൻസുലിൻ പോലെയുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തേത്. ടെക്നിക്സ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഫസ്റ്റ്, ക്രിയേഷൻ ഓഫ് റീകോമ്പിനന്റ് DNA. സെക്കൻഡ്, ജീൻ ക്ലോണിംഗ്. ആൻഡ് തേർഡ്, ജീൻ ട്രാൻസ്ഫർ. ക്രിയേഷൻ ഓഫ് റീകോമ്പിനന്റ് DNA. എന്താണ് റീകോമ്പിനന്റ് DNA? രണ്ടോ അതിൽ കൂടുതലോ സോഴ്സുകളിൽ നിന്നുള്ള DNAs കൂട്ടിച്ചേർത്താണ് റീകോമ്പിനന്റ് DNA നിർമ്മിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവികളിൽ നിന്നും DNAs മുറിച്ചെടുത്ത് അവ തമ്മിൽ ഒട്ടിച്ചു ചേർത്ത് ആദ്യമായി റീകോമ്പിനന്റ് DNA നിർമ്മിച്ചത് സ്റ്റാൻലി കോഹനും റോബർട്ട് ബോയറുമാണ്. 1972 അവരുടെ ഈ എക്സ്പെരിമെന്റ് സക്സസ് ആയത്. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കൂ. ഒരു ഫോറിൻ DNA ഫ്രാഗ്മെന്റും ഒരു പ്ലാസ്മിഡും കാണാം. എന്താണ് പ്ലാസ്മിഡ്? ബാക്ടീരിയയിൽ കാണുന്ന റിംഗ് ലൈക്ക് എക്സ്ട്രാ ക്രോമസോമൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് പ്ലാസ്മിഡ്. ഫോറിൻ DNAയും പ്ലാസ്മിഡും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് മുറിക്കുന്നു. DNAസിനെ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ സിസേഴ്സ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഫോറിൻ ജീനും പ്ലാസ്മിഡും മുറിക്കുന്നതിന് വേണ്ടി സെയിം റെസ്ട്രിക്ഷൻ എൻസൈം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചിത്രത്തിൽ കട്ട് ചെയ്ത ഭാഗങ്ങൾ കാണാം. പ്ലാസ്മിഡിന്റെയും ഫോറിൻ DNAയും ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റിയിരിക്കുന്നു. അടുത്ത ചിത്രത്തിൽ പ്ലാസ്മിഡിന്റെ മുറിച്ച ഭാഗത്തേക്ക് ഫോറിൻ ജീൻ ഉൾക്കൊള്ളുന്ന DNA ഫ്രാഗ്മെന്റ് ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. DNA ലിഗേസ് എന്ന എൻസൈമാണ് ഒട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് ലിഗേഷൻ എന്ന് പറയുക. ഇപ്പം ബാക്ടീരിയയിലുള്ള പ്ലാസ്മിഡും മറ്റൊരു ഫോറിൻ ജീനുമാണ് ചേർത്ത് വെച്ചേക്കുന്നത്. ഇതിനെയാണ് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. ഈ റീകോമ്പിനന്റ് DNA ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പ്ലാസ്മിഡ് ഈസ് എ സ്മോൾ സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA molecule commonly found in bacteria and can replicate independently. A restriction endonuclease is an enzyme that cuts the DNA molecule at a specific nucleotide sequence to produce discrete DNA fragments. DNA ligase is the enzyme that joins two DNA fragments. Second is the gene cloning. Clone means a group of identical copies of an object. In gene cloning, a recombinant DNA molecule is made to replicate many times in a host to produce numerous identical copies of a gene. ചിത്രത്തിൽ ഫോറിൻ ജീനും പ്ലാസ്മിഡും ചേർത്ത് റീകോമ്പിനന്റ് DNA ഫോം ചെയ്തിരിക്കുന്നത് കാണാം. ഫോറിൻ ജീൻ ഉൾക്കൊള്ളുന്ന പ്ലാസ്മിഡിനെ ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഈ ബാക്ടീരിയൽ സെൽ റീപ്രൊഡ്യൂസ് ചെയ്ത് ധാരാളം ബാക്ടീരിയൽ സെൽസ് ഫോം ചെയ്യുന്നു. ഓരോ ബാക്ടീരിയയിലും നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഫോറിൻ ജീൻ ഉൾക്കൊള്ളുന്ന പ്ലാസ്മിഡിന്റെ കോപ്പീസ് കാണാം. ചിലതിൽ 2 കോപ്പീസ് ഉണ്ട്, ചിലതിൽ 1 കോപ്പി മാത്രമാണ് ഉള്ളത്.
അങ്ങനെ ക്ലോണിങ്ങിലൂടെ നമുക്ക് ധാരാളം റീകോംബിനന്റ് DNA കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാം. ദി തേർഡ് പ്രോസസ് ഈസ് ജീൻ ട്രാൻസ്ഫർ. ചിത്രത്തിൽ ഫോറിൻ ജീൻ ഉൾക്കൊള്ളുന്ന പ്ലാസ്മിഡ് കാണാം. ഈ പ്ലാസ്മിഡിനെ ബാക്ടീരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഈ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് സെൽസിലേക്ക് ഫോറിൻ ജീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഫോറിൻ ജീൻസ് പ്ലാന്റ് സെൽസിന്റെ ക്രോമസോമിന്റെ ഭാഗമായി മാറുന്നു. ഇങ്ങനെ ചേഞ്ച് ചെയ്യപ്പെട്ട പ്ലാന്റ് സെൽസിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിൽ വളർത്തി ടിഷ്യൂ കൾച്ചർ എന്ന ടെക്നിക്കിലൂടെ പുതിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ പുതിയ പ്ലാന്റ്സിന്റെ ക്യാരക്ടേഴ്സിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും, കാരണം അവയിൽ പുതിയ ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ജീനുകൾ പ്ലാന്റ് സെൽസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്ലാന്റ് സെൽസ് ടിഷ്യൂ കൾച്ചറിലൂടെ പുതിയ പ്ലാന്റ്സായി വളരുന്നു. ഈ പുതിയ പ്ലാന്റ്സിന് ന്യൂ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കും. ഇവയാണ് GM പ്ലാന്റ്സ് എന്ന് പറയുന്നത്. GM എന്നാൽ ജനറ്റിക്കലി മോഡിഫൈഡ്. ടു പ്രൊഡ്യൂസ് GM plant, new DNA is transferred into plant cells. Usually the cells are then grown in tissue culture where they develop into plants. Genetic modification of plants involves adding a specific stretch of DNA into the plant's genome, giving it new or different characteristics. സാധാരണ പുകയില ചെടിയുടെ കോശങ്ങളിലേക്ക് മിന്നാമിനുങ്ങിനെ തിളങ്ങാൻ സഹായിക്കുന്ന ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം അവയെ ടിഷ്യൂ കൾച്ചറിലൂടെ വളർത്തിയെടുത്താൽ ആ പുകയില ചെടികൾക്ക് തിളങ്ങുന്നതിനുള്ള കഴിവുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു ചെടിയാണ് ചിത്രത്തിൽ കാണുന്നത്. ബേസിക് സ്റ്റെപ്സ് ഇൻ ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഫസ്റ്റ്, identification of DNA with the desirable genes. Second, introduction of identified DNA into the host. Third, maintenance of introduced DNA in the host and transfer of DNA to its progeny.